കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. എൻ്റെ കാൽവറി നായകനേശു മതി എൻ്റെ പാപങ്ങളകറ്റിടുവാൻ. എൻ്റെ കാൽവറി നായകനേശു മതി എൻ്റെ പാപങ്ങളകറ്റിടുവാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമത് സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമത് സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് വിശുദ്ധ ബൈബിളിൽ നിന്നും ഭയപ്പെടേണ്ട എന്നുള്ള വചനങ്ങൾ ശ്രവിക്കാം. കഴിഞ്ഞ ദിനം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ 3 അനുഭവങ്ങൾ കാണുവാൻ ഇടയായി. 4ാമത്തെ അനുഭവം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 17-ാം വാക്യത്തിൽ ബെന്യാമിന് ജന്മം കൊടുക്കുന്ന സമയത്ത് റാഹേലിന് താൻ മരണകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ സൂതികർമ്മിണി തൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ ഒരു ആൺകുഞ്ഞിനും കൂടെ ജന്മം കൊടുത്തിരിക്കുന്നു. താൻ മരിച്ചുപോയെന്നാലും മരണത്തിന് മുമ്പ് തനിക്ക് ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്ത, നീ ഭയപ്പെടേണ്ട, നിനക്ക് ഒരാൺകുട്ടി കൂടെ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ജീവിതത്തിലെ കഷ്ടതയിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുമ്പോൾ മരണത്തെ മുഖാമുഖം കാണുമ്പോഴൊക്കെ ഇങ്ങനെയൊരു ആശ്വസിപ്പിക്കുന്ന വചനം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത്ര ആശ്വാസത്തോടെ മരണത്തെ ആണെങ്കിൽ പോലും സമീപിക്കുവാൻ ഇടയായിത്തീരും. അടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 23-ാം വാക്യമാണ്. ജോസഫ് സഹോദരനോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. തങ്ങളുടെ ദ്രവ്യം, തങ്ങൾ കൊടുത്ത ദ്രവ്യം തങ്ങളുടെ ചാക്കിൽ തന്നെ തിരിച്ചു വെച്ച് അത് കാണപ്പെട്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. തങ്ങളെ പിടിക്കുമോ അടിമകളാക്കുമോ എന്നൊക്കെ ഭയപ്പെട്ട് ജോസഫിൻ്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ ജോസഫ് അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. പലപ്പോഴും നാം ഭയപ്പെടുന്ന അനുഭവങ്ങളിൽ ഇങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ ശ്രവിക്കപ്പെടുവാനിടയായാൽ നമുക്ക് ആശ്വാസമല്ലേ? തീർച്ചയായിട്ടും ഇന്ന് പകരം ആശ്വാസത്തിൻ്റെ ദൈവം ആ ഭയപ്പെടേണ്ട എന്നുള്ള വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്ന് ഇന്നത്തെ പകരം ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 6ാമത് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 46-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവം യാക്കോബിനോട് മിസ്രൈമിലേക്ക് പോകുവാൻ നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. മിസ്രൈമിലേക്ക് പോകണോ വേണ്ടായോ എന്ന് സന്ദേഹിക്കുന്ന അനുഭവത്തിൽ താൻ ദൈവത്തിൻ്റെ യാഗം കഴിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ട് തന്നോട് സംസാരിക്കുന്നു, നീ പോകേണ്ട, നീ പോകാൻ മടിക്കേണ്ട, നീ ധൈര്യമായി പോക്കോ, നീ ഭയപ്പെടേണ്ട എന്ന് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ യാത്രകളിലൊക്കെ തിരിക്കുമ്പോൾ നമുക്ക് യാത്രയെ പറ്റിയുള്ള ഭയം, ഇനി അവിടെ ചെന്നാൽ എങ്ങനെയുണ്ട് എന്നുള്ള ഭയമൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്ത് ദൈവത്തിന് ഒരു ആലോചന പ്രാപിച്ച് കടന്നു പോകുന്നെങ്കിൽ നമ്മുടെ വഴിയിൽ നമ്മൾ അനുഗ്രഹിപ്പാൻ, നമ്മുടെ യാത്ര സഫലമായി തീരുവാൻ ഇടയായിത്തീരും. അടുത്ത 2 ഭാഗങ്ങൾ, അടുത്ത 7-8 ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 19-ാം വാക്യം 21-ാം വാക്യത്തിലാണ്. ഭയപ്പെടേണ്ട എന്ന് 2 പ്രാവശ്യം കാണുവാൻ സാധിക്കും. ഇത് രണ്ടും ജോസഫ് പറയുന്നതാണ്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് മുമ്പായി ദൈവം എന്നെ അയച്ചതാണെന്നും. 2ാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഞാൻ പോറ്റി പുലർത്തിക്കൊള്ളാം എന്നുള്ള ഭാഗമാണ്. പലപ്പോഴും നമ്മളും ജീവിതത്തിൽ നമ്മുടെ കാര്യം എങ്ങനെയായിത്തീരും, നമ്മുടെ മക്കളുടെ കാര്യം എങ്ങനെയായിത്തീരും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വചനം നമുക്ക് ഒരു ആശ്വാസമായി തീരട്ടെ. നമ്മയും
നമ്മുടെ മക്കളെയും പോറ്റിപ്പുലർത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആ ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. ഭയപ്പെടാതെ ഒരു ജീവൻ നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നന്ദിയുടെ സ്തോത്രം. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലെ ഭയത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ വചനം ആശ്വാസമായിട്ടുണ്ടല്ലോ. ഭയപ്പെടേണ്ടെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ ജനത്തോട് കൂടെ ഇരുന്നാട്ടെ, അനുഗ്രഹത്തോടെ വഴി നടത്തിയാട്ടെ. മുഖത്തും കർത്താവ് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.